റിയാദിൽ വിസ തട്ടിപ്പിനിരയായ 7 മലയാളി യുവതികൾ ദുരിതത്തിൽ. 3 മാസമായി ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാത്ത ഇവർ പട്ടിണിയിലാണ്. ഉയർന്ന ശമ്പളവും മറ്റും വാഗ്ദാനം ചെയ്താണ് ഇവരെ കേരളത്തിൽ നിന്നുള്ള ട്രാവൽസ് മുഖേനയും ഏജന്റുമാർ മുഖേനയും റിയാദിലെത്തിച്ചത്. അതേസമയം ഇവരെ സഹായിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് നോർക്ക വ്യക്തമാക്കി. നാട്ടിൽ നിന്നും ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് ട്രാവൽസ് മുഖേനയും ഏജന്റുമാർ മുഖേനയും സൗദിയിലെത്തിയ 7 മലയാളി സ്ത്രീകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപിറക്കി പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട പ്രവാസ ലോകത്തേക്കെത്തിയ ഇവർ ഏജന്റുമാരുടെ കബളിപ്പിക്കൽ കാരണം 3 മാസത്തോളമായി ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഏജൻസി കൊടുത്തു 1500 റിയാൽ സാലറി പറഞ്ഞാണ് ഞാനോട് വന്നത്. ഇപ്പോൾ എനിക്കൊന്നും തന്നെ നാട്ടിൽ അയക്കാൻ കിട്ടിയിട്ടില്ല. ഒറ്റ പൈസ കൂടി ഞാൻ നാട്ടിൽ അയക്കാൻ എനിക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ബാങ്കുകാർ എൻ്റെ വീട് വരെ ജപ്തി ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ. പട്ടിണി എന്നുള്ള അവസ്ഥയിലാണ് എൻ്റെ വീട്ടുകാർ ജീവിക്കുന്നത്. എൻ്റെ കൊച്ചിനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ എന്നെ കയറ്റിവിടാൻ വേണ്ടി ഇവരെന്നോട് 8000 റിയാൽ കെട്ടിവെക്കാൻ അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. മുംബൈയിലുള്ള റാഹത്ത് ട്രാവൽസ് ആണ് ഇവരുടെ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. എറണാകുളത്തെ കുമാർ ട്രാവൽസ്, കാഞ്ഞിരപ്പള്ളിയിലുള്ള യുണൈറ്റഡ് അറബ്, കോഴിക്കോട്ടെ 3 സ്റ്റാർ, കോട്ടയം ബോസ് കൺസൾട്ടൻസി എന്നീ ട്രാവൽസുകൾ മുഖേനയാണ് ഇവർ സൗദിയിലെത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഏജൻസികൾ പറഞ്ഞിരുന്ന ശമ്പളമോ മറ്റു സൗകര്യങ്ങളോ അല്ല ഇവർക്ക് ഇവിടെ ലഭിച്ചത്. തുടർന്ന് പീപ്പിൾ TV ഇവരുടെ വാർത്ത പുറത്തുവിട്ടതോടെ നോർക്ക ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഉറപ്പു നൽകി. ഇവർക്ക് വേണ്ട സഹായം ഉടൻ ഉറപ്പാക്കാമെന്ന് നോർക്ക സെക്രട്ടറി ഉഷ ടൈറ്റസ് പീപ്പിൾ TVയോട് പറഞ്ഞു. ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ SP പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. അവർക്ക് എംബസി മുഖാന്തരം എംബസി അവരെ ഡൽഹിയിലോ ബോംബെയിലോ കൊണ്ടെത്തിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് കേരളത്തിൽ എത്തുവാൻ വേണ്ട സൗകര്യങ്ങൾ നോർക്ക നൽകുന്നതാണ്, ഇൻക്ലൂഡിംഗ് എയർ ഫെയർ. കൂടാതെ അവർക്ക് ഇവിടെയുള്ള ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ പോലെയുള്ള തുകയും നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് പ്രവേശിക്കാൻ അനുമതി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് സതീഷ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. ക്ഷേത്രം തന്ത്രിക്കും രാജകുടുംബത്തിനും തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. അഭിഭാഷകയായ റിയ രാജീവ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ തീരുമാനമെടുത്തത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾ ചുരിദാർ ധരിച്ച് പ്രവേശിക്കുന്നത് സംബന്ധിച്ച് ഭക്തജനങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സുപ്രധാന തീരുമാനം. ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് പ്രവേശിക്കുന്നതിന് അനുമതി നൽകിയുള്ള ഉത്തരവും എക്സിക്യൂട്ടീവ് ഓഫീസർ പുറത്തിറക്കി. തീരുമാനം ഹൈക്കോടതിയെയും അറിയിച്ചു. ചുരിദാറിന് മുകളിൽ മുണ്ടു ചുറ്റി മാത്രമായിരുന്നു സ്ത്രീകളെ ഇതുവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നത്. ഇതിനെതിരെ അഭിഭാഷകയായ റിയ രാജീവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഭാരതത്തിൽ തന്നെ എല്ലായിടത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേഷമാണ് ചുരിദാർ എന്ന് പറയുന്നത്. അതിട്ട് കയറാൻ പാടില്ല. ബാക്കി ഏത് വേഷവും ഇടാം, പ്രൊവൈഡഡ് യു റാപ്പ് ധോത്തി അറൗണ്ട് ഇറ്റ്. സോ ഐ ഫൗണ്ട് ദിസ് പ്രാക്ടീസ് ടു ബി വെരി അൺറീസണബിൾ. ഞാൻ ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറോട് തീരുമാനം കൈക്കൊള്ളാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ക്ഷേത്രം തന്ത്രി കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആചാരം മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ രാജകുടുംബവും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കും തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ചു പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് കാട്ടി 300ഓളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ സിവിൽ സർവന്റുമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും അഭിപ്രായം കൂടി കണക്കിലെടുത്താണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീരുമാനം. എസ് ഷീജ, തിരുവനന്തപുരം. അധികാരത്തിലേറി 2.5 വർഷത്തിനിടെ മോദി സർക്കാർ പരസ്യങ്ങൾക്കായി ചെലവഴിച്ചത് 1100 കോടി രൂപയെന്ന് വിവരാവകാശ രേഖകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമാക്കിയുള്ളതാണ് പരസ്യങ്ങളെല്ലാം. ഇന്ത്യയുടെ ചൊവ്വാ ദൌത്യമായ മംഗൾയാൻ പദ്ധതിക്കായി ചെലവഴിച്ചതിന്റെ 2 ഇരട്ടിയോളം ചെലവിട്ടാണ് ഈ പരസ്യധൂർത്ത്. നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും മഹത്വം പാടാൻ 1100 കോടി രൂപ ചെലവ് വന്നപ്പോൾ സർക്കാർ പുതിയ നോട്ടുകളിൽ വരെ പച്ചകുത്തി കാണിക്കുന്ന ബഹിരാകാശ നേട്ടം മംഗൾയാന് ചെലവായത് വെറും 450 കോടി രൂപ. അതായത് മോദി സ്വന്തം പബ്ലിസിറ്റിക്കായി ചെലവാക്കിയ തുക കൊണ്ട് വേണമെങ്കിൽ 2 മംഗൾയാൻ കൂടി ചൊവ്വയിലേക്ക് അയക്കുക മാത്രമല്ല, ഒരു മംഗൾയാൻ പകുതിയാക്കി വെക്കുകയും ചെയ്യാമെന്നർത്ഥം. രാംവീർ സിംഗ് എന്ന വിവരാവകാശ പ്രവർത്തകൻ നൽകിയ അപേക്ഷയിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്നാണ് രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായ കാലത്തെ ഈ പരസ്യധൂർത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായത്. 2014 ജൂൺ 1 മുതൽ 2016 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം ഒരു ദിവസത്തെ മോദി സർക്കാരിന്റെ പരസ്യച്ചെലവ്
ഏകദേശം 1,40,00,000 രൂപയാണെന്നർത്ഥം. ഇലക്ട്രോണിക് മീഡിയയിൽ പ്രത്യേകിച്ച് ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, സിനിമ, SMS എന്നിവ വഴിയുള്ള പരസ്യച്ചെലവ് മാത്രമാണിത്. പത്രപരസ്യങ്ങൾ, പോസ്റ്ററുകൾ, ഹോർഡിങ്ങുകൾ, ബുക്ക്ലെറ്റുകൾ എന്നിവയൊന്നും ഈ ചെലവിൽ വരുന്നേയില്ല. അതിൻ്റെ കണക്ക് കൂടി ലഭിച്ചാൽ എത്ര മംഗൾയാൻ വിടാനുള്ള തുകയാവും മോദിയുടെ ഈ മഹത്വഘോഷണത്തിന് ചെലവിട്ടതെന്ന് ഊഹിക്കാനുമാവില്ല. ന്യൂസ് ഡെസ്ക്. ജമ്മുവിൽ നഗ്രോധിയിൽ ഭീകരാക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2 ഓഫീസർമാരും 3 ഭീകരരും ഉൾപ്പെട്ടതായി സൈനിക വക്താവ് അറിയിച്ചു. ജമ്മു കാശ്മീരിലെ നഗോദ്ര സൈനിക താവളത്തിനു നേരെ ഇന്നു രാവിലെ ഉണ്ടായ ഭീകരാക്രമണത്തിലാണ് 7 സൈനികർ കൊല്ലപ്പെട്ടത്. 3 ഭീകരരെ വധിച്ചതായും സൈന്യം അറിയിച്ചു. മരിച്ച സൈനികരിൽ 2 ഓഫീസർമാരും ഉൾപ്പെടുന്നു. സൈനിക താവളത്തിൽ കടന്നുകയറിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലും സൈനിക നടപടിയും രാത്രി 7 മണിയോടെയാണ് അവസാനിച്ചത്. 3 സൈനികർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട്. തോക്കുകളും ഗ്രനേഡുകളുമായി സൈനിക താവളത്തിനു നേരെ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് പറഞ്ഞു. നഗോദരയിൽ ശ്രീനഗർ ജമ്മു ദേശീയപാതയ്ക്ക് സമീപമുള്ള താൽക്കാലിക സൈനിക താവളത്തിനടുത്താണ് ഭീകരാക്രമണമുണ്ടായത്. ഭീകരർ സൈനിക താവളത്തിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ് നുഴഞ്ഞുകയറിയ ശേഷം സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് വേഷത്തിലെത്തിയ 3 പേരടങ്ങിയ ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവർ സൈനിക താവളത്തിന് സമീപം 12 ജവാന്മാരെയും 2 സ്ത്രീകളെയും 2 കുട്ടികളെയും ബന്ദികളാക്കി. ഏറ്റുമുട്ടലിനൊടുവിൽ ഭീകരരെ വധിച്ച് സൈന്യം ബന്ദികളെ മോചിപ്പിച്ചു. AK-47 തോക്കുകൾ, പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ എന്നിവ കൊല്ലപ്പെട്ട ഭീകരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ സ്കൂളുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി. പ്രദേശത്തെ ഗതാഗതവും തടഞ്ഞിട്ടുണ്ട്. അതേസമയം സാംബയിൽ ഭീകര സംഘത്തിന്റെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം തകർത്തു. കൂടുതൽ ഭീകരർ രാജ്യത്ത് നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊളംബിയയിൽ ബ്രസീലിയൻ ക്ലബ് ഫുട്ബോൾ അംഗങ്ങളടക്കം 81 യാത്രക്കാരുമായി വിമാനം തകർന്നു വീണു. 6 പേരെ രക്ഷപ്പെടുത്തിയതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 75 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ബ്രസീലിയൻ ക്ലബ് ഫുട്ബോൾ ടീമുമായി സഞ്ചരിക്കുകയായിരുന്ന വിമാനം കൊളംബിയയിലാണ് തകർന്നത്. സൗത്ത് അമേരിക്കൻ കപ്പ് ഫൈനൽ മത്സരത്തിനായി കൊളംബിയയിലെ 2ാമത്തെ വലിയ നഗരമായ മെഡലിനിലേക്ക് പുറപ്പെട്ട ചെപ്കോയൻസ് റയൽ എന്ന ഫുട്ബോൾ ടീം സഞ്ചരിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞയാഴ്ചയാണ് അർജന്റീനിയൻ ഫുട്ബോൾ അധികാരിയായ സാൻ ലോറൻസോ ക്ലബിനെ തോൽപ്പിച്ച് ഇവർ ഫൈനൽ പ്രവേശനം നേടിയത്. കളിക്കാരും ടീം ഒഫീഷ്യലുകളും മറ്റു യാത്രക്കാരുമടക്കം 72 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇവർക്കൊപ്പം 9 വിമാന ജീവനക്കാരുമുണ്ടായിരുന്നു. മെഡലിൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക സൂചന. എന്നാൽ ബൊളീവിയയിൽ നിന്നും പുറപ്പെടുമ്പോൾ വിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനം ഉണ്ടായിരുന്നില്ലെന്നും സൂചനകളുണ്ട്. പ്രാദേശിക സമയം രാത്രി 10:15 അപകടമുണ്ടായത്. നിലവിൽ ദേശീയ ടീമിൽ കളിക്കുന്ന ആരും ഈ ടീമിലില്ലെങ്കിലും ബ്രസീലിന്റെ ജൂനിയർ ടീമുകളിൽ കളിച്ചവർ ഈ ടീമിലുണ്ടെന്നാണ് സൂചന. നാളെയാണ് മത്സരത്തിന്റെ ഫൈനൽ നടക്കേണ്ടിയിരുന്നത്. ദുരന്തത്തെ തുടർന്ന് ഫൈനൽ മത്സരം റദ്ദാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്. തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി ശ്രദ്ധേയമാക്കുന്നു. ദ ലാസ്റ്റ് ക്യൂൻ ഓഫ് ട്രാവൻകൂർ എന്ന ഡോക്യുമെന്ററിയാണ് റാണിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. റാണിയുടെ ഭരണകാലത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രവും ഡോക്യുമെന്ററിയിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ജയസുഭാഷാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കുറെ നല്ല കാര്യങ്ങൾ ഈ മഹാറാണി ചെയ്തിട്ടുണ്ട്. മഹാറാണിയുടെ ജീവിതത്തെക്കുറിച്ചും ഭരണകാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഡോക്യുമെന്ററി. റാണിയുടെ ജീവിതശേഷിപ്പുകളും ചരിത്രവും ചിത്രീകരിക്കുന്നത് ശ്രമകരമായിരുന്നുവെന്ന് പ്രൊഡക്ഷൻ ഡിസൈനർ സുധീർ ഘോഷ്. ഏകദേശം 1 വർഷം നമ്മൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ ദി ലാസ്റ്റ് ക്വീൻ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്ന നിരവധി ഭരണ നടപടികളെടുത്ത റാണി സേതുലക്ഷ്മി ഭായിക്ക് ഒരു സ്മാരകം പോലും നിലവിലില്ല. ഈ സാഹചര്യത്തിൽ റാണിക്കുള്ള ആദരമായാണ് ഡോക്യുമെന്ററി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കയിലെ കസ്റ്റം മെയ്ഡ് ക്രൂയിസർ ചോപ്പർ ബൈക്ക് നിർമ്മാതാക്കളിൽ പ്രമുഖരായ ബിഗ് ഡോഗ് മോട്ടോർ സൈക്കിൾസിന്റെ ആദ്യ മോഡൽ ഇന്ത്യൻ വിപണി പിടിക്കാനൊരുങ്ങുന്നു. K9 റെഡ് ചോപ്പർ മോഡലുമായാണ് ബിഗ് ഡോഗ് ഇന്ത്യൻ വിപണി പിടിക്കാനൊരുങ്ങുന്നത്. 59 ലക്ഷം രൂപയാണ് ഡൽഹി എക്സ്ഷോറൂം വില.
1994 പ്രവർത്തനം ആരംഭിച്ച ബിഗ് ഡോഗ് മോട്ടോർ സൈക്കിൾസ് ഏറെ നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയിലെത്തുന്നത്. 3.04 മീറ്ററാണ് ക്രോം പോളിഷ്ഡ് K9 ബൈക്കിന്റെ നീളം. 6 സ്പീഡ് ഗിയർ ബോക്സിൽ 1807 cc 45 ഡിഗ്രി ഓവർഹെഡ് വാൾവ് ട്വിൻ എഞ്ചിനാണ് ബൈക്കിന് കരുത്തേകുന്നത്. ഉയർന്ന കാര്യക്ഷമതയ്ക്കൊപ്പം അതിനൊത്ത ആഡംബരവും പ്രദാനം ചെയ്യുന്ന ഡിസൈനാണ് ഈ ചോപ്പറിനുള്ളത്. 250 mm ആണ് റിയർ ടയർ. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. 39 ഡിഗ്രിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന 41 mm ടെലസ്കോപ്പിക് ഫോർക്കാണ് മുൻഭാഗത്ത്. ചോപ്പറിന്റെ മുഖ്യാകർഷകമായ സീറ്റിന് 244 mm ആണ് ഉയരം. 69 കളർ ഗ്രാഫിക്സ് ഓപ്ഷനിൽ ബൈക്ക് ലഭ്യമാകും. വീണ്ടും കസ്റ്റമൈസ് ചെയ്യാനുള്ള ആക്സസറികളും കമ്പനി നൽകുന്നുണ്ട്. 22 വർഷത്തിനിടെ ആഗോളതലത്തിൽ ഏകദേശം 30,000-ഓളം ബൈക്കുകളാണ് ഇതുവരെ ബിഗ് ഡോഗ് വിറ്റഴിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്. രണ്ടായിരത്തിൽ പരം വർഷം മുമ്പ് തന്നെ ആദിമനിവാസികളുടെ ചികിത്സാക്രമത്തിന്റെ ഭാഗമായിരുന്നു നോനി. ഈയടുത്ത് നടത്തിയ പരീക്ഷണങ്ങളിൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസർ, പ്രമേഹം, അലർജി, ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ എന്നിവയെ ചെറുക്കാനും നോനിക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. 160-ലധികം ന്യൂട്രാസ്യൂട്ടിക്കലുകളും അമിനോ ആസിഡുകളും ക്ഷാരകൽപ്പങ്ങളും നോനി ജ്യൂസിനെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാക്കുന്നു. നോനി ജ്യൂസ് ശരീരത്തിൽ പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കായും ആന്റി ഓക്സിഡന്റായും പ്രവർത്തിക്കും. ഇതിന്റെ ഇലയിലും കായിലും അടങ്ങിയിരിക്കുന്ന അർസോളിക് ആസിഡ് തൊലിപ്പുറത്തുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കും. കൂടാതെ ബീറ്റാസീറ്റാസ്റ്ററോളിൻ കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കും. നോനി ജ്യൂസ് ഉപയോഗിക്കുന്നത് മൂലം ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ഒരുമിച്ച് ലഭ്യമാവുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. പ്രമേഹം, രക്തസമ്മർദ്ദം, ആർത്രൈറ്റിസ്, ഹൃദ്രോഗങ്ങൾ, അർബുദം, മലബന്ധം, ദഹനക്കുറവ്, പൈൽസ്, വൃക്കരോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് ഔഷധമാണ്. നോനിപ്പഴത്തിൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രോസസ് ചെയ്ത് ജ്യൂസാക്കിയാണ് കഴിക്കേണ്ടത്. നിത്യേനയുള്ള നോനിയുടെ ഉപയോഗം കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യും. നോനി ജ്യൂസ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും കഴിക്കാവുന്നതാണ്. എന്നാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഗർഭിണികളും നോനി ഒഴിവാക്കണമെന്ന് ആയുർവേദ ഡോക്ടർമാർ പറയുന്നു. പൊട്ടാസ്യം കൂടുതലുള്ളതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികളും നോനി ഒഴിവാക്കേണ്ടതാണ്. ആന്റി ഓക്സിഡന്റുകളായ ലിനൈൻ നോനിയെ ആരോഗ്യദായക പോഷക പാനീയമാക്കുന്നു. സൗന്ദര്യവർദ്ധകങ്ങൾ, വാർദ്ധക്യ നിയന്ത്രണ പാനീയങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ നോനിയുടേതായി കമ്പോളത്തിലുണ്ട്. ദങ്കലിനു വേണ്ടി ആമിർ ഖാൻ വിയർപ്പൊഴുക്കിയത് ചെറുതൊന്നുമല്ല. 97 കിലോ ശരീരഭാരത്തോടെയും 6 പാക്ക് ശരീരഘടനയോടെയും ആമിർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദങ്കലിനായി ആമിർ നടത്തിയ പരിശീലനത്തിന്റെ വീഡിയോ ഇപ്പോൾ തരംഗമാവുകയാണ്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ മടിയില്ലാത്ത നടനാണ് ആമിർ ഖാൻ. ഈ അർപ്പണബോധമാണ് ആമിർ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകരെ കാത്തിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും. ഗുസ്തിക്കാരനായ മഹാവീർ ഫൊഗട്ടിന്റെ ജീവിതം അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം ദംഗലാണ് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം. ഗുസ്തിക്കാരന്റേതിന് സമാനമായ ശരീരം ലഭിക്കുവാൻ ഒറ്റയടിക്ക് 28 കിലോ ഭാരമാണ് അദ്ദേഹം വർദ്ധിപ്പിച്ചത്. ദംഗൽ പൂർത്തിയാക്കിയതിനു ശേഷം ഭാരം കുറഞ്ഞ ഫിറ്റ്നസ് നേടുന്ന അമീറിന്റെ പുതിയ വീഡിയോ UTV മോഷൻ പിക്ചേഴ്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. പുതിയ പ്രോജക്റ്റുകളിലേക്ക് പോകേണ്ടിയിരുന്നതിനാൽ ദിവസവും ജിമ്മിൽ മണിക്കൂറുകളോളം ചിലവഴിച്ചാണ് അമീർ തന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, പീപ്പിൾ TV. റെക്കോർഡുകൾ തിരുത്തി വീണ്ടും ദുൽഖർ സൽമാൻ. യൂട്യൂബ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ ടീസർ പുറത്തിറങ്ങി. 55 മണിക്കൂറിൽ 10 ലക്ഷം ആളുകളാണ് ടീസർ കണ്ടത്.